വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സുവിശേഷ പ്രസംഗം. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 28 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ നിന്നും ഈടേറിയ 4 മെസ്സേജുകളാണ് ചെയ്തിരിക്കുന്നത്. അതിലെ 2ാമത്തെ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഇതുകൂടാതെ 200-ൽ കൂടുതൽ പ്രസംഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 214-278-4052 എന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 7 ഭാഗങ്ങളായി ഈ മെസ്സേജ് തിരിച്ചിരിക്കുന്നു. അതിൻ്റെ 1-ാം ഭാഗമാണ് ഇവിടെ ചേർക്കുന്നത്. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശുവും ശിഷ്യന്മാരുമായി ഫിലിപ്പിന്റെ കൈസരിയിൽ എത്തിയ ശേഷം സംഭവിച്ചതായ ചില വിഷയങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ നാം പഠിക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നാം പഠനം നടത്തുന്നത്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ഇത് കേട്ട് ശിഷ്യന്മാർ ഓരോ മറുപടികൾ പറയുകയുണ്ടായി. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയാവെന്നും, ചിലർ ഇരമ്യാവെന്നും, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറയുന്നു എന്ന് അവർ മറുപടി കൊടുത്തു. ഇത് കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്തു പറയുന്നു? അതായത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ആരാണ്? നിങ്ങൾക്ക് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്? ഈ ചോദ്യം കേട്ട ഉടനെ ശിഷ്യന്മാർ അതിന് ഉചിതമായ ഒരു മറുപടി പറയുവാൻ വേണ്ടി അല്പസമയം ആലോചിച്ചു. എന്നാൽ പത്രോസ് ഏറെയൊന്നും ആലോചന കൂടാതെ തന്നെ ഒരു ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് കേട്ടയുടൻ കർത്താവ് പറഞ്ഞു, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, അതായത് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. കർത്താവെ പത്രോസിനോട് പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്: ഈ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിച്ച ചിലർ തങ്ങളുടേതായ അല്പമായ ബുദ്ധിയിൽ ആലോചിച്ച് പലതും കണ്ടുപിടിച്ചു. ചിലർ പറഞ്ഞു, യോഹന്നാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതാണ് യേശു ക്രിസ്തു എന്ന്. അതവർ വെളിപ്പാടിനാൽ പറഞ്ഞതല്ല. യേശുവിന്റെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരു ഊഹം നടത്തിയതാണ്. ചിലർ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് വന്നിരിക്കുന്നത് ഏലിയാവാണ്. കാരണം മലാഖി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്നത് ഏലിയാവാണ് എന്ന് അവർ പറയുകയുണ്ടായി. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, അത് അങ്ങനെയല്ല, ഈ വന്നിരിക്കുന്നത് ഇരമ്യാവാണ്. മക്കാബിയരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, മിശിഹായുടെ വരവിന് മുൻപ് ഇരമ്യാവ് വരുമെന്നും ഒളിച്ചു വെച്ചിരിക്കുന്ന പെട്ടകവും ധൂപപീഠവും ഒക്കെ തിരികെ എടുത്തുകൊണ്ട് വരുമെന്ന്. അപ്പോൾ മിശിഹ വരാറായി. ഈ വന്നിരിക്കുന്നത് മിശിഹായിക്ക് മുൻപായിട്ട് വരേണ്ട ഇരമ്യാവാണ്. ചിലർ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഇവൻ ഒരു പ്രവാചകൻ മാത്രമാണ്. ഓരോരുത്തരും ഇത് പറയുന്നതിന് തക്കതായ കാരണങ്ങളുണ്ട്. യേശുവിന്റെ പ്രവൃത്തിയും മറ്റും കണ്ടിട്ട് അവർ അതൊന്ന് താരതമ്യം ചെയ്തപ്പോഴാണ് യേശുവിനെ യോഹന്നാൻ സ്നാപകനാണ് എന്ന് പറയുവാൻ തോന്നിയത്. എന്നാൽ ബൈബിളിൽ കുറെയൊക്കെ അറിവുള്ളതായ ആൾക്കാര് ബൈബിൾ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഏലിയാവ് വന്നേ മതിയാകൂ. ഏലിയ പ്രവാചകൻ വന്ന് എല്ലാം നിരപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മിശിഹ വരുന്നതിന് മുൻപ് കടന്നു വരേണ്ടതായി ഏലിയാവാണ് യേശു എന്ന് ചിലർ പറയുകയുണ്ടായി. അവർക്ക് ബൈബിൾ കുറെയൊക്കെ അറിയാം. അതുപോലെ തന്നെ ബൈബിളിനോടൊപ്പം കുറെ അപ്പോക്രിഫായും കൂടെ അറിയാവുന്നതായി ആൾക്കാർ പറഞ്ഞു, ഈ വന്നിരിക്കുന്നത് ഇരമ്യാവാണ്. കാരണം മക്കാബിയരുടെ പുസ്തകത്തിൽ അത് പറയുന്നു. മറ്റു ചിലർ പറഞ്ഞു, ഇതൊന്നുമല്ല, പണ്ട് കാലത്തെ ഒത്തിരി പ്രവാചകന്മാരുണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു പ്രവാചകനാണ് ഈ വന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും യേശുവിനെ കുറിച്ച് ഇങ്ങനെ വിവിധമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സത്യത്തിൽ യേശു ഇതൊന്നുമായിരുന്നില്ല.
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ലോകത്തിലുള്ളവർക്ക് പലതും പറയുവാൻ കഴിയും. ചിലർ നിരീക്ഷണത്തിലൂടെ ചില അഭിപ്രായങ്ങൾ പറയും. ചിലർ ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ എടുത്തിട്ട് സ്ഥാനത്തോ അസ്ഥാനത്തോ ഒക്കെ വ്യാഖ്യാനം നടത്തി ചില കാര്യങ്ങൾ പറയും. മറ്റു ചിലർ ബൈബിളിനോടൊപ്പം കുറെ കെട്ടുകഥകൾ കൂടെ ചേർത്തിട്ട് ചില കാര്യങ്ങൾ പറയും. ഇങ്ങനെ പലതരത്തിലാണ് ഓരോരുത്തരും യേശുവിനെ കുറിച്ച് വിലയിരുത്തുന്നത്. എന്നാൽ യേശുവിനെ കുറിച്ച് ശരിയായി അറിയുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് ദൈവം തന്നെ വെളിപ്പാട് കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിക്കാത്തത് കൊണ്ടാണ് പലർക്കും യേശുവിനെ കുറിച്ച് ഇപ്രകാരം തെറ്റായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യേശുവിനെ കുറിച്ച് ശരിയായ അറിവ് ലഭിക്കേണ്ടത് വെളിപ്പാടിനാൽ മാത്രമാണ്. വെളിപ്പാട് കൂടാതെ യേശുവിനെ പൂർണ്ണമായി അറിയുവാൻ കഴിയുന്നതല്ല. വെളിപ്പാട് എന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം തന്റെ ഹിതപ്രകാരം അത് ഓരോരുത്തർക്കും കൊടുക്കുന്നതുമാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചല്ലാതെ ആർക്കും യേശുവിനെ കുറിച്ച് ശരിയായ അറിവ് ലഭിക്കുവാൻ കഴിയുന്നതല്ല. ഇന്ന് ഈ ലോകത്ത് യേശുവിനെ കുറിച്ച് പലതരത്തിൽ ആളുകൾ പറയുന്നു. യേശു ഒരു അവതാര പുരുഷനാണ്, യേശു ഒരു ദേവനാണ്, യേശു ഒരു വിപ്ലവകാരിയാണ്, യേശു ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, യേശു ഒരു ഗുരുവാണ്. അങ്ങനെ പലതും ആളുകൾക്ക് പറയുവാനുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല യേശു. ഇതിനൊക്കെ അപ്പുറത്തായ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഈ യേശു. അതുപോലെ വഴിയും സത്യവും ജീവനുമാണ്. യേശുവിലൂടെ അല്ലാതെ ആരും നിത്യജീവൻ പ്രാപിക്കുന്നതില്ല. ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കാനായി ദൈവം അയച്ച ദൈവ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. യേശു മാത്രമാണ് രക്ഷകൻ. യേശു രക്ഷകന്മാരിൽ ഒരുവനല്ല. ഈ വസ്തുതകളൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ദൈവം ഹൃദയം തുറന്നേ മതിയാകൂ. ദൈവീക വെളിപ്പാട് പ്രാപിച്ചേ മതിയാകൂ. യേശുവിന്റെ കാലത്ത് യേശുവിനെ കുറിച്ച് ഇപ്രകാരം പലതരം അഭിപ്രായം ഉണ്ടായി എങ്കിലും പിതാവായ ദൈവത്തിൽ നിന്നും വെളിപ്പാട് പ്രാപിച്ചതായ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്, അല്ലെങ്കിൽ മിശിഹ എന്ന് ആദ്യമായി ഏറ്റുപറഞ്ഞ വ്യക്തി പത്രോസാണ്. അതൊരു ഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് യേശു പത്രോസിനോട് പറയുകയാണ്, ബർയോനാ ശീമോനെ, അതായത് യോഹന്നാന്റെ മകനായ ശീമോനെ. ആ കാലത്തെ അപ്പന്റെ പേര് ചേർത്ത് സാധാരണ ഇങ്ങനെ പറയുക പതിവുണ്ടായിരുന്നു. ബർ എന്നത് സൺ ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ്. യോനായുടെ മകനായ ശീമോനെ, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. എന്താണ് നീ ഭാഗ്യവാനാണ് എന്ന് പറയാൻ കാരണം, നീ ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്നു. ഈ ലോകജ്ഞാനം കൊണ്ട് ലഭിച്ച വെളിപ്പാടല്ല, ഊഹാപോഹങ്ങളിൽ നിന്ന് ലഭിച്ച വെളിപ്പാടല്ല, ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്ത് ലഭിച്ച വെളിപ്പാടല്ല, കെട്ടുകഥകളിൽ വിശ്വസിച്ച് ലഭിച്ച വെളിപ്പാടല്ല. പിന്നെ ഏത് തരത്തിലുള്ള വെളിപ്പാടാണ് പത്രോസിന് ലഭിച്ചത്? ജീവനുള്ള ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ വെളിപ്പാടാണ്. പിതാവായ ദൈവത്തിൽ നിന്നും ലഭിച്ചതായ വെളിപ്പാടാണ്. അങ്ങനെ പിതാവായ ദൈവത്തിൽ നിന്നും വെളിപ്പാട് പ്രാപിച്ചത് കൊണ്ട് പത്രോസിനോട് യേശു പറയുന്നു, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായി എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിനുശേഷം യേശു പറയുന്ന ഭാഗം വളരെ തർക്കങ്ങൾക്ക് ഇടവെച്ചിട്ടുള്ളതാണ്. യേശു പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പലരും വിചാരിക്കുന്നത് പോലെ പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞില്ല. ഈ ബൈബിൾ സ്റ്റഡിയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.